ഹലോ കൂട്ടുകാരെ, ഏതോ ജന്മകൽപ്പനേൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്ന സമയത്ത് നമ്മുടെ ശ്രുതി ഗുരുവായൂരപ്പനും മാലയും ചാർത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ആ സമയത്താണ് നമ്മുടെ അശ്വിൻ അവിടേക്ക് വരുന്നത്. അശ്വിൻ കയറി വന്നിട്ട് പെട്ടെന്ന് ശ്രുതിയുടെ കൈ പിടിച്ചിട്ട് ചോദിക്കേണ്ടത്, എന്താ ശ്രുതി നീ എന്നോട് പറയാതെ പോകുന്നത്? എനിക്ക് എത്ര ധൈര്യമുണ്ട് എന്നോട് പറയാതെ പോകുന്നത്? ഞാനോട് പറഞ്ഞതല്ല നിന്നോട് ഇവിടെ പോരുത് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്താണ് നമ്മുടെ അമ്മായി കയറി വരുന്നുണ്ട് കേട്ടോ. അമ്മായി കയറി വരുന്ന സമയത്ത് അശ്വിൻ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട്, ആ മോനെ അവൾക്ക് നിങ്ങോട്ട് വരാതെ കഴിയില്ല, കാരണം അവൾ എല്ലാ കൊല്ലം അമ്മായിയുടെ നമ്മുടെ കയ്യിൽ നിന്നുള്ള മധുരം വാങ്ങി കഴിച്ചിട്ടില്ലെങ്കിൽ അവൾക്ക് ഒരു സുഖം ഉണ്ടാവില്ല, അവൾക്കത് സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് വന്നതാവും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് നിൻ്റെ, അപ്പോൾ അമ്മായി അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശ്രുതിയോട് ചോദിക്കുന്നത് നിൻ്റെ ബർത്ത്ഡേ ആണോ ശ്രുതി ചോദിക്കുന്നുണ്ട്. അപ്പോൾ അമ്മായി കള്ളം പറയില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് ശ്രുതി. അപ്പോൾ നിനക്ക് എന്താ എന്നോടൊന്നത് പറഞ്ഞാന്ന് ചോദിക്കട്ടെ. പിന്നെ അമ്മായി വരുന്നുണ്ട് കേട്ടോ. അമ്മായി പറയുന്നുണ്ട്, എല്ലാ ആണുങ്ങളും പറയും മറ്റേ എന്താ പറഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് അവർ ആശംസിക്കും പോലും ഇല്ല, അതിനെ ചൊല്ലിയിട്ട് വെറുതെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും എന്നൊക്കെ അമ്മായി പറയുന്നുണ്ട്. ആ സമയത്താണ് നമ്മുടെ അമ്മ പ്രമീല ചേച്ചി കയറി വരുന്നുണ്ട് കേട്ടോ. പ്രമീല പറയുന്നു, അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട് പ്രമീലോട്, എങ്ങനെയുണ്ട് അമ്മയെ അച്ഛനെ ചോദിക്കുന്നുണ്ട്. ആ അച്ഛനൊന്ന് കുറേ ദിവസമായിട്ടൊന്ന് കുറേ മനസ്സിലൊരു തണുപ്പൊക്കെ കിട്ടിയിട്ടുണ്ട്, ഇന്നിപ്പോൾ കുറച്ച് ഭേദമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അമ്മായി പറയുന്നുണ്ട്, ആ എല്ലാം ശരിയാവും ചേച്ചി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതിയുടെ അമ്മ ഉള്ളിലേക്ക് പോകുന്നുണ്ട്, ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അമ്മായി ചോദിക്കുന്നുണ്ട് അശ്വിനോട്, നീ ഭക്ഷണം കഴിച്ചിട്ടല്ലേ മോനെ പോവുള്ളൂ പറയുന്നുണ്ട്. ഇല്ല അമ്മായി എനിക്ക് തിരക്കുണ്ട് പിന്നെ പറയുന്നുണ്ട്. ഇല്ല എന്താ ചോദിക്കുന്നുണ്ട് അമ്മായി. അപ്പോൾ പറയുന്നുണ്ട്, ഇല്ല ഭക്ഷണം കഴിച്ചിട്ടേ പോവുള്ളൂ എന്നാണ് പറയണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മായി ഉള്ളിൽ പോകുന്നുണ്ട്. എല്ലാവരും ഉള്ളിൽ പോയപ്പോൾ അശ്വിൻ വീണ്ടും ശ്രുതിയോട് പറയുന്നുണ്ട് ഹാപ്പി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ആ ഹാപ്പിയാണ് ഞാനെന്ന് പറയുന്നുണ്ട്. അവൻ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെയും പറയുന്നുണ്ട് ഹാപ്പി, എന്താണ് ചോദിക്കുന്നുണ്ട് ശ്രുതി. ഹാപ്പി എന്ന് പറയുന്നുണ്ട്. പിന്നെ അവന് പറയാൻ അങ്ങോട്ട് പറ്റണില്ല. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, എനിക്ക് അടുക്കളയിലേക്ക് പോട്ടെ, കുറച്ച് പണിയുണ്ട്, അമ്മായി ഒന്ന് സഹായിക്കട്ടെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോഴേക്ക് അമ്മായി അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ, ശ്രുതിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ശ്രുതിനെ കുറേ ഒഴിയാൻ കടുകും മുളകും ഉപ്പൊക്കെ കൊണ്ടുവന്നിട്ട് ഒഴുകുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അപ്പോൾ അമ്മായി എന്താ കാണിക്കുന്നത് പറയുമ്പോൾ, എൻ്റെ കുട്ടിക്ക് കൺദൃഷ്ടി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒഴിയണമെന്ന് പറഞ്ഞിട്ട് നല്ല ഒഴിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മതി അമ്മായി, ഇനി ഒഴിഞ്ഞാൽ എൻ്റെ തല കറങ്ങുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അപ്പോൾ ശ്രുതി വേഗം അതൊന്നും ഒരു കഷ്ണം എടുത്തിട്ട് അമ്മായിയെ ഒഴിയേണ്ടത്, എൻ്റെ സുന്ദരി അമ്മായിക്ക് ആരുടെയും കണ്ണ് തട്ടണം എന്നൊക്കെ പറഞ്ഞ് അമ്മായിനെ ഒഴിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് അശ്വിൻ അവിടെ നിന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പറയേണ്ട അമ്മായി പറയേണ്ടത്, ഇതാണ് നിനക്ക് കൊണ്ടുപോകാൻ കുറച്ച് പലഹാരം എടുത്ത് വെച്ചിട്ടുണ്ട്, അതൊക്കെ മറക്കാതെ ബാഗിലേക്ക് എടുത്ത് വെച്ച് കൊണ്ടുപോകണേ എന്ന് പറയുന്നുണ്ട്. മറക്കണ്ട പറഞ്ഞ് അപ്പോഴേക്ക് വന്ന് കയറിയിട്ടുള്ളൂ, അപ്പോഴേക്ക് അമ്മയ്ക്ക് എന്നെ പറഞ്ഞയക്കാൻ വൈകിയോ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അത് കാണിച്ചിട്ട് അമ്മായി അവിടെ നിൽക്കുന്നുണ്ട്. അശ്വിൻ വേഗം പുറത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് അമ്മായി പറയുന്നുണ്ട്, ശ്രുതിയോട് പറയുന്നുണ്ട് പലഹാരങ്ങളൊക്കെ ഉള്ളിലേക്ക് വെക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ബാഗ് നോക്കുന്ന സമയത്ത് ശ്രുതിയുടെ കീറിയുണ്ട്, ഈ പലഹാരങ്ങളൊക്കെ കുത്തി കീറിക്കൊണ്ട് കീറിയിട്ടുണ്ട്. അപ്പോൾ അമ്മായിയോട് പറയുന്നത്, എന്താ അമ്മായിയെ കാണിച്ച് എൻ്റെ ബാഗ് മുഴുവൻ കീറിയില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അനക്ക് നാളല്ലേ, എത്ര ദിവസമായി ഈ പഴയ ബാഗും കൊണ്ട് നടക്കണു, അനക്ക് ഒരു പുതിയ ബാഗൊക്കെ വാങ്ങിക്കൂടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അശ്വിൻ അതൊക്കെ പുറത്തു നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അമ്മായി ശ്രുതിയോട് പറയുന്നുണ്ട്, നിനക്ക് എന്താ മോളെ എന്ന് വേണ്ടതെന്ന് പറയുന്നുണ്ട്. അമ്മായി എന്തുണ്ടാക്കി തന്നതും എനിക്ക് ഇഷ്ടമാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അമ്മായി പറയുന്നുണ്ട്, അല്ല അതൊക്കെ പോട്ടെ, ഇവിടെ അശ്വിൻ മോൻ ഇവിടെ വന്നിട്ടാണ് മോളുടെ പിറന്നാളാന്ന് അറിയണത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് അതെ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് എന്താ പറഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട്. എന്താ സമ്മാനം വാങ്ങി തന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഒരു സമ്മാനം പോയിട്ട് ഒരു വിഷ് പോലും പറഞ്ഞില്ല എൻ്റെ അമ്മായി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വിഷ് പോലും പറഞ്ഞില്ലേ? ഇല്ല, എനിക്ക് ഈ സമയത്ത് ലാവണ്യ മാഡത്തിനെ ഓർമ്മ വരുന്നുണ്ട്, അവരുടെ പുള്ളിക്കാരനും ഇങ്ങനെ തന്നെയാണ് ഇത്രയെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കേട്ടിട്ട് പുറത്തുനിന്ന് അശ്വിൻ കേൾക്കുന്നുണ്ട് കേട്ടോ, അതൊക്കെ പുറത്തുനിന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ പിന്നെയും ചോദിക്കുന്നുണ്ട്, അമ്മായി ചോദിക്കുന്നുണ്ട്, അല്ല ഇന്ന് അശ്വിൻ മോൻ ഊണ് കഴിച്ചിട്ടല്ലേ പോവുള്ളൂ, ആർക്കറിയാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അശ്വിൻ ഇറങ്ങി പോകുന്നുണ്ട്. അത് കൂടെ ഇറങ്ങി പോകുന്നത് ശ്രുതി നോക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി എവിടേക്കാണ് പോകണമെന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ പ്രീതി കുറേ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് മനോരമ വരുന്നുണ്ട്. ആ സമയത്ത് പറയുന്നുണ്ട്, നീ ഇവിടെ എന്താ കാണിക്കണത് ചോദിക്കുന്നുണ്ട്. ഇന്ന് ഒരു വിശേഷമുള്ള ദിവസമാണ്, അതുകൊണ്ട് കുറച്ച് പലഹാരം ഉണ്ടാക്കുകയാണെന്ന് പറയുന്നുണ്ട്. ഞാൻ പിന്നെ പറയാം, അതൊക്കെ കരിയുള്ളൂ പറയുന്നുണ്ട്. അപ്പോൾ അവളോട് പറയുന്നുണ്ട്, എനിക്ക് ആ ബോളിൽ നിന്ന് ആ ഡബ്ബ എടുത്തതായോ, എൻ്റെ ഡയറ്റിൻ്റെ മിക്സ് ഉണ്ടായില്ല എടുത്തതായോ പറയുന്നുണ്ട്. അവൾ അത് എടുക്കുന്ന സമയത്ത് ഈ പലഹാരങ്ങളൊക്കെ ഇവിടെ കരിയിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അശ്വിനെയാണ്. അശ്വിൻ അമ്മായിയുടെ അടുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അമ്മായി ഓരോ സാധനം ടേബിൾ മിൽക്ക് കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. അപ്പോൾ അശ്വിൻ അമ്മായി എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ എന്താ മോനെന്ന് ചോദിക്കുന്നുണ്ട്. അമ്മായിക്ക് എന്താ എന്നോട് ദേഷ്യമാണോ ചോദിക്കുന്നുണ്ട്. എനിക്ക് ദേഷ്യമല്ല, അശ്വിൻ മോൻ എന്തുകൊണ്ട് അവളോട് ഒരു പിറന്നാൾ ആശംസകൾ പറഞ്ഞില്ല എന്ന് പറയുന്നുണ്ട്. അമ്മായി ഞാനത് എനിക്കറിയില്ലായിരുന്നു, അറിഞ്ഞപ്പോൾ എന്തുകൊണ്ട് പറഞ്ഞില്ല, ഒരു സമ്മാനമൊക്കെ വാങ്ങിക്കൊടുത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അമ്മായി ഞാൻ അതൊന്നും ശീലിച്ചിട്ടില്ല, പിറന്നാൾ ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കാൻ എങ്ങനെ ആരെങ്കിലും ശീലിപ്പിക്കണോ മോനെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അതൊക്കെ പോട്ടെ, അതൊക്കെ അറിഞ്ഞിട്ട് പിന്നെ ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കാൻ
ഇത് പോവാൻ നിൽക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ല അമ്മായി ഞാൻ അങ്ങനെയല്ല. അപ്പോൾ എനിക്ക് ദേഷ്യമാണ് അശ്വിൻ മോനോട് പറയുന്നത്. അമ്മായിയുടെ ദേഷ്യം മാറാൻ ഞാൻ എന്താ ചെയ്യേണ്ടത് ചോദിക്കേണ്ടത്. അപ്പോൾ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടേ പോകാൻ പാടുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അശ്വിൻ പറയുന്നത് ആ ശരി എന്നാൽ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടേ പോകണല്ലോ എന്ന് പറഞ്ഞിട്ട് കൈയൊക്കെ കഴുകി വരുന്നുണ്ട്. അപ്പോഴേക്ക് അമ്മായി പ്രേമിയിലെ ചേച്ചീനെയും ശ്രുതിനെയും വിളിക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പോൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അശ്വിന് ഒരു 6 ദോശ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറഞ്ഞു അമ്മായി ഞാൻ അത്രയൊന്നും കഴിക്കാറില്ല. പറയുമ്പോൾ അമ്മായിയുടെ ദേഷ്യം മാറണമെങ്കിൽ ഇതൊക്കെ കഴിക്കണം എന്ന് പറഞ്ഞിട്ട് കഴിക്കാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. കഴിക്കുന്ന സമയത്ത് ഒരു കഷ്ണം ഭക്ഷണം താഴെ വീണുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടാളും കൂടി ശ്രുതിയും അശ്വിനും കൂടി അത് താഴെ കുമ്പിട്ടിട്ട് എടുക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ രണ്ടാളുടെ തലയും പരസ്പരം ഇടിക്കുന്നുണ്ട് കേട്ടോ. ആ ഇടിക്കുന്ന സമയത്ത് ഇടിച്ചിട്ട് ശ്രുതി ഇങ്ങനെ തല തിരുമുന്നുണ്ട്. അപ്പോൾ അശ്വിൻ ഒന്നും കൂടി ശ്രുതി ഞാൻ നിന്നോട് പറയാൻ വന്നത് ഹാപ്പി ഹാപ്പി എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അവന് പറയാൻ കിട്ടുന്നില്ല. ആ സമയത്ത് അമ്മായി സാർക്ക് ഒരു 1/2 ദോശയും കൂടി വേണത്ര എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അമ്മായി ഇതിന് 1/2 ആക്കണേ പറഞ്ഞിട്ട് ഒരു ദോശയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് വേണ്ടമ്മായി വേണ്ടമ്മായി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പ്രമീല പറയുന്നത് എന്തിനാ അശ്വിൻ എങ്ങനെ ബുദ്ധിമുട്ടിക്കണേ എന്നൊക്കെ പറയുന്നുണ്ട്. അമ്മായിയോട് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും അപ്പോൾ അമ്മായി പറയുന്നുണ്ട് അശ്വിനോട് എന്തായാലും അമ്മായിയുടെ ദേഷ്യമൊക്കെ മാറിയിട്ട മോനെ ഇപ്പോൾ അമ്മായി നല്ല സന്തോഷം ഇനി നിൻ്റെ ഭാര്യയുടെ പണക്കം മാറ്റാൻ നോക്ക് എന്ന് പറയുന്നുണ്ട്. പിന്നെ കാണിക്കേണ്ടത് അപ്പുറത്ത് മറ്റേ പ്രീതി വന്നിട്ട് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് മറ്റേ മനോരമ വരുന്നുണ്ട്. അവളോട് പറയേണ്ടത് ഇന്ന് ശ്രുതിയുടെ പിറന്നാളാണ് അതുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാക്കണമെന്ന് പറയുന്നുണ്ട്. ഞാൻ വിചാരിച്ചത് ആദർശ മോന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ആദർശം വന്ന് ചോദിക്കേണ്ട പ്രീതിയോട് ഭക്ഷണമൊക്കെ റെഡിയായോ ഓഫീസ് പോകാറായി ആകുമ്പോൾ ഇല്ല അപ്പം റെഡിയാക്കി തരാമെന്ന് പറയുന്ന സമയത്ത് എന്നാൽ ഇനി വേണ്ട ഞാൻ പോയി ക്യാൻറ്റീനിൽ പോയി കഴിച്ചോളാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ക്യാൻറ്റീനിൽ പോയി കഴിച്ചോളാം എന്ന് പറഞ്ഞ് പോണ സമയത്ത് പ്രീതി അവളുടെ പിന്നെ നിൽക്കുക കേട്ടാ ഒരു മിനിറ്റ് ഞാൻ അപ്പോൾ ഒരുക്കി തരാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മനോരമ വേഗം എന്ത് ചെയ്യേണ്ടത് ഭക്ഷണത്തിലൊക്കെ അങ്ങനെ എൻ്റെ അനിയത്തിയുടെ പിറന്നാൾ നീ ആഘോഷിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് ഭക്ഷണത്തിൽ കുറേ ഉപ്പ് വാരി ഇടുന്നുണ്ട് കേട്ടോ. ഇത് കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇതുപോലുള്ള എപ്പിസോഡിൻ്റെ വിശേഷം നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.